മാന്യ സദസ്സിലിരിക്കുന്ന എല്ലാ എൻ്റെ ആർമികൾക്കും വന്ദനം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആമി. ഏത് വകയിലാണെന്ന് ചോദിക്കല്ലേ? അണ്ണൻ നൻപൻ വെൻ വി മെറ്റ് അഗെയിൻ എന്ന 2 പൊളിഞ്ഞ നാടകത്തിന് ശേഷം ബാങ്ടൺ ടാനീസ് ലിച്ചു ആൻഡ് ആമി അവതരിപ്പിക്കുന്ന അടുത്ത നാടകം പ്രതിധ്വനി. ഈ നാടകത്തിലേക്ക് എല്ലാ ആർമീസിനും സ്വാഗതം. എന്തോന്നടേ ഇത്? പറയാനുള്ള പറഞ്ഞേച്ച് പോകാനുള്ളതെന്ന് നിന്ന് കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ലച്ചു. ഞാൻ ഇന്നിവിടെ പറയാൻ പോയ കാര്യം പോകുന്ന കാര്യം, നമ്മുടെ ഈ FFൽ ഒരു നെഗറ്റീവ് റോളുണ്ട്. നമ്മുടെ ചെക്കന്മാരിൽ ഒരാളാണത്. പ്ലീസ് നിങ്ങൾ അത് ക്ഷമിച്ചുകൊണ്ട് ഈ FF കാണുക. താങ്ക് യു. ഹൈസ്കൂൾ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഈ മാസം 11 നടക്കാനിരിക്കുന്ന ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. എടി, നീ പോകുന്നില്ലേ? എക്സാമിന് ടൈം ആയെന്ന് മിസ് അനൗൺസ് ചെയ്തല്ലോ. ആണോ? ഞാൻ ഇപ്പോൾ പോവാ. എന്നാ പിന്നെ വേഗം ചെല്ല, അവിടെ എല്ലാം തുടങ്ങിക്കാണും. എടാ, പ്രാർത്ഥിച്ചേക്കണേ. ആടി, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. പിന്നെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ആടാ, ഓക്കെ, ഞാൻ പോട്ടെ. അപ്പോൾ കുട്ടികളെ, കോമ്പറ്റീഷന് പോകാൻ വേണ്ടി 2 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 55 കുട്ടികളോളം ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാവേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പഠിച്ചതൊക്കെ കുറേ ഉണ്ടായിരുന്നു, എന്നാലും എഴുതാം. ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം. ഫസ്റ്റ് എന്തായാലും എനിക്ക് തന്നെ. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ എഴുതിയ പേപ്പേഴ്സ് ഇവിടെയുള്ള ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ വരണം. വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴാ സമാധാനം ഇത്. ഇനി വിന്നേഴ്സിനെയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പറയാം എനിക്കാ ഫസ്റ്റ് എന്ന്. വന്നോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നല്ല അടിപൊളി എക്സാം ആയിരുന്നു. എന്തായാലും ഫസ്റ്റ് ഉറപ്പല്ലേ? ഓഫ് കോഴ്സ്. പിന്നെ അമ്മു എന്തി? അമ്മുനെ പിന്നെ ഇന്ന് കണ്ടതേ ഇല്ല. അവള് ഇങ്ങോട്ടോ പോയി. എങ്ങോട്ടോ പോയെന്നോ? എങ്ങോട്ട്? എങ്ങോട്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവക്കിവിടെ പോവാൻ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. അവള് പിന്നെ അവൻ്റെ അടുത്ത് പോയോ? ഇതിപ്പോ സ്ഥിരമായല്ലോ. എൻ്റെ പൊന്നു മോളെ, അസഹനീയമാണിത്. ഒരു ബ്രേക്ക് കിട്ടിയ അപ്പോളേ ചാടിത്തുള്ളി പോന്നതാണ്. ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടാറില്ലെന്നേ. മര്യാദയ്ക്ക് അവളെ എവിടാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വരാൻ നോക്ക്, എനിക്ക് വിശക്കുന്നു. ഹലോ ഗൈസ്, എന്താണ് ഞാനില്ലാതൊരു ചർച്ച? ഇതേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാനെവിടെ പോവാൻ? അത് പിന്നെ അബി വിളിച്ചപ്പോ നീ സർവ്വസമയം അവൻ്റെ തോളയിലാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ അവൻ്റെ ക്ലാസ്സിലോട്ട് അങ്ങ് മാറി. നോനു, അങ്ങനൊന്നും പറഞ്ഞൂടാ. ആകെ വല്ലപ്പോഴും ആ സമയം കിട്ടുന്നത്. അപ്പോഴെങ്കിലും ഒന്ന് സംസാരിച്ചോട്ടേടി. അല്ല, നിന്റെ റിസൾട്ട് വന്നാ? ഫസ്റ്റ് തന്നെ. അമ്മായിക്ക് ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. റിസൾട്ട് വന്നില്ല. ഉച്ചക്കാലത്തെ തീറ്റ കഴിഞ്ഞിട്ട് ചെല്ലാനാ പറഞ്ഞേ. അപ്പോൾ നിന്നെ നോക്കിയപ്പോൾ നിന്നെ ഇവിടെ കണ്ടുമില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് വേണം എനിക്ക് റിസൾട്ട് നോക്കാൻ പോകാൻ. മിസ്റ്റർ വിഹാൻ മാധവ്, നിങ്ങൾ അറിഞ്ഞുവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം അറിഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ ശരണ്യയുടെ മാമൻ്റെ കൊച്ചുമോടെ മോള് ശ്രാവണിയെന്നാണെന്ന് തോന്നുന്നു. ഇവിടെ എഴുതി പഠിക്കുന്നുണ്ട്. അവക്ക് 5 ലൈനുണ്ടാ. ഇതിനെയൊക്കെ എങ്ങനെ മേയ്ക്കുന്നോ ആവോ. നമ്മളിവിടെ ഒരെണ്ണത്തിനെ മേയ്ക്കാൻ പെടുന്ന പാട്. നിനക്ക് നാണമുണ്ടോ? ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു കൊച്ചേ? അതിന് കഴിവ് വേണം, കഴിവ്. എനിക്കത് ഇഷ്ടത്തിനുണ്ട്, നിനക്കതില്ല. 2 എണ്ണം മിണ്ടായിരുന്നു കഴിക്കാവോ? എനിക്കിത് കഴിഞ്ഞ് പോവാനുള്ളതാ. എന്നാ പിന്നെ നീ പൊക്കോ. നിനക്ക് റിസൾട്ട് ഇപ്പം അറിയത്തില്ലേ? ഫസ്റ്റ് നിനക്കാണ്, അതുറപ്പാണ്. എന്നാലും പോയി കേട്ടിട്ട് വാ. ഓ, നീയൊക്കെ ഭയങ്കര പഠിപ്പിസ്റ്റ്. നമ്മളൊന്നും ഇല്ലേ? എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളെല്ലാം ഇപ്പോൾ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആരവ് കൃഷ്ണ ഫ്രം ക്ലാസ് 9. കൺഗ്രാറ്റുലേഷൻ ആരവ് കൃഷ്ണ, നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാം.
Second prize goes to Niharika Menon from class 8. കുട്ടിക്കും സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് 11-ാം തീയതി നടക്കാൻ പോകുന്ന ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. കൺഗ്രാറ്റുലേഷൻ ഗായ്സ്. ഹായ്, ഞാൻ നിഹാരിക. ഞാൻ ആരോ. ഇനി കോമ്പറ്റീഷൻ 1 വീക്കേ ഉള്ളൂ. ഇനി ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് നിൽക്കാൻ പറ്റുമോ കുട്ടിക്ക്? അതിനെന്താ, നിൽക്കാലോ. എന്നാ ഓക്കെ, ഞാൻ പോവാ. വൈകിട്ട് കാണാം കേട്ടോ. ബൈ. എടി എടി എന്തായി? ഫസ്റ്റ് അല്ലേ? ഇല്ലടാ, എനിക്ക് സെക്കൻഡാ. സെക്കൻഡോ? അപ്പൊ ഫസ്റ്റ് ആർക്കാ? എടി, ഫസ്റ്റ് ഒരു ചേട്ടനാ. ചേട്ടനോ? എന്താ മോളെ ഒരു ഇളക്കം? എനിക്ക് ഇളക്കമൊന്നുമില്ല. എടി, പിന്നെ വൈകിട്ട് ചെറുതായിട്ടൊരു ക്ലാസ് ഉണ്ട്. ആ ചേട്ടനും ഉണ്ട്. ഓ ഓ ഓ, എക്സ്ട്രാ ക്ലാസ്. മനസ്സിലാകുന്നുണ്ട്. ഒന്ന് പോയിക്ക്. എന്തായാലും വൈകിട്ട് ഞാൻ കാണത്തില്ല. ഇവളെ എന്തോ ചെയ്യും? ആ ശരി ശരി, നമുക്കിപ്പോൾ എന്തായാലും ക്ലാസ്സിൽ പോവാം. വൈകിട്ട് പിന്നെ അവളെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകാൻ നോക്കാം. ഗൈസ്, ബെല്ലടിച്ച് ഞാൻ പോവാണേ. ബൈ. പോയിട്ട് വാ. കൺഗ്രാറ്റ്സ് വിഹാൻ മാധവ്. ഇനി മുതൽ ബ്രേക്ക് ടൈമിൽ ഞാൻ മാത്രമല്ലായിരിക്കും, അവളും ഇവിടെ കാണില്ല. ഒന്ന് പോടി, അവള് നിന്റെ കൂട്ടൊന്നുമല്ല. ഓ വാ വാ. നിഹാരിക ഇവിടെ എത്ര നേരമായി നോക്കി നിൽക്കുന്നു? അത് പിന്നേട്ടാ, ഇപ്പോഴാ ക്ലാസ് വിട്ടേ. ഏട്ടനോ? എന്നെ ആരോന്ന് വിളിച്ചാൽ മതി. ആരെ വന്നു? വിളിക്കാം. നമുക്കവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാം. ഞാൻ 6ാം ക്ലാസ് മുതൽ ഈ സ്കൂളിൽ പഠിക്കുക. ഞാൻ ഇതുവരെ ആരുവിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ എന്നെ കാണാൻ വഴിയില്ല, കാരണം ഞാൻ ഈ വർഷം അവിടെ ചേർന്നത്. ഞാൻ നിങ്ങളുടെ ശാരിക ടീച്ചറിന്റെ മോനാ. ശാരിക ടീച്ചറിന്റെ മോനാണോ? ശേ, ഞാൻ കണ്ടിട്ടില്ല, അതാ ചോദിച്ചത്. പിന്നെ എന്താ, നമുക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാൻ തുടങ്ങാം. അതൊക്കെ പിന്നെ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നിനക്ക് ലൈൻ ഉണ്ടോ? എന്താ ചോദിച്ചേ? കേട്ടില്ലേ? നിനക്ക് ലൈൻ ഇല്ലേന്ന്. എനിക്ക് ലൈനൊന്നുമില്ല. എന്നാ ഓക്കെ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ. ഇന്നത്തെ വർക്ക് കഴിഞ്ഞില്ലേ? ഇനി നാളെ കാണാം. ബൈ. ഓക്കെ ബൈ, നാളെ കാണാവേ. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ഫീലിങ്സ്. ഇനി അവൻ എന്തേലും എന്നോട് കാണുമോ? ചുമ്മാ ഓരോന്ന് ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. എടാ വിഹാനെ, ഇന്നലെ സാറ് ഹോംവർക്ക് തന്നില്ലേ? ഞാനത് എഴുതിയില്ല. എനിക്കത് ബുക്കൊന്നും തരണേ, അല്ലെങ്കിൽ സാർ ഇന്നും എന്നെ വിളിക്കൊണ്ട് നിർത്തും. നീ എന്ത് എഴുതാന്നേ? നിനക്ക് വീട്ടിൽ എന്നടി പണി? ഞാൻ തരാം. അല്ലടാ, ഇവക്കെന്നാ പറ്റി? ഇവള് കുറച്ച് മുന്നേ തൊട്ടേ ഇങ്ങനെയാണല്ലോ, ഒരുമാതിരി മൂകതയിടിച്ച്. ഡി, നിനക്ക് എന്നാ പറ്റി? നീ ഏത് യൂണിവേഴ്സിലാ? എന്നതാടാ? കേട്ടില്ല. ഓ ഓ ഓ, കേട്ടില്ലല്ലേ? നീ ഏത് ലോകത്താണെന്ന്? ഒന്നുമില്ലടി. എന്താ പറ്റിയടി? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി, ഇന്നലെ ഞാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ? എനിക്ക് അവനോട് എന്തോ എവിടെയോ. നീ ഉറപ്പാണോ? അപ്പൊ പഠിപ്പിസ്റ്റിനും ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ട്. അതെന്താടി, ഞങ്ങളും മനുഷ്യരല്ലേ? എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്തായാലും നീ കുറച്ച് ദിവസം കൂടെ ഒക്കെ നോക്ക്. അവന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇതുവരെ സംസാരിച്ചത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഞാനും കുറച്ച് അൽക്കുലിത്തന്വേഷണങ്ങളൊക്കെ നോക്കാം. അതെന്താടി അൽക്കുലിത്തന്വേഷണം? ഓ പിന്നെ, നിന്റെ കാര്യത്തിൽ ഇനി ഞാൻ അങ്ങ് നിഗൂഢമായി ആഴത്തിൽ ചിന്തിക്കാൻ പോവാണല്ലോ. ഗൈസ്, അതാ ഞാൻ പറഞ്ഞ ചേട്ടൻ. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. നീ ചുംബന ചെമ്പകപ്പൂ വിരിച്ചു, അതിലനുരാഗത്തെ നിറച്ചു. നിന്നെ കാണാതെ കാണാതെ
എടാ ഇന്നലെ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു. എടി നീ ഇതിപ്പോൾ എത്രാമത്തെ വട്ടം എന്നോട് പറയുന്ന നിനക്ക് മടുപ്പില്ലേലും കേൾക്കുന്ന എനിക്ക് മടുപ്പില്ലേ? പിന്നെ കുറച്ചൊക്കെ കേട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. എന്താണ് അമ്മൂസ ഒരു സങ്കടം പോലെ? ഏയ് അങ്ങനൊന്നുമില്ലടാ. എടി നിനക്ക് അവനെ, ആ ചേട്ടനെ ശരിക്കും ഇഷ്ടമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ആ ഫീലിങ്സ് നല്ലതല്ല. കാരണം കുറേ ആൾക്കാർ എന്നോട് അവനെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അമ്മ മതി, ഞാൻ ഇത്രയും നാൾ അവൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എടി മറ്റുള്ളവർക്ക് എന്ത് വേണമല്ലോ അവനെപ്പറ്റി പറയാലോ. നീ എപ്പോഴാണ് ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത്? മതി, ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വിടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ അടിയാവും. അതാ നല്ലത്. ഇന്ന് കോമ്പറ്റീഷന് കുറേയധികം സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സ്കൂളിൽ നിന്ന് 2 കുട്ടികളാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ തുടങ്ങാം. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്, പക്ഷെ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ കൂടെ ഞാനില്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാം ആൻസർ എനിക്കറിയാം. ആൻസർ കറക്റ്റാണ്. ക്വസ്റ്റ്യൻ 10. നിനക്കറിയാവോ അത്? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. വിന്നേഴ്സിന്റെ നെയിം നിഹാരിക മേനോൻ ആൻഡ് ആരോ മാതാവ്. നിഹാരിക, നമുക്ക് ഫസ്റ്റ്. നമ്മൾ ജയിച്ചു. കിട്ടിയല്ലോ, ഫസ്റ്റ് കിട്ടിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ? ജയിച്ചാ? ഞങ്ങൾക്കടാ ഫസ്റ്റ് കിട്ടി. നീ എന്തിനാ പെണ്ണ ഇങ്ങനെ മോഹം വെറുപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയത്തില്ല നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ സംസാരിച്ചതെന്ന്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു. എടി എന്തായാലും ഇത്ര നാളായില്ലേ, നീ അവനോട് ചെന്ന് കാര്യം പറ. നിന്റെ ഉള്ളിലെ ഫീലിങ്സ് ഇങ്ങനെയാണെന്നൊക്കെ. അവനാ സ്റ്റേക്കേഴ്സിന്റെ താഴെ ഇപ്പുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. മോനെ ആരവേ, നിനക്ക് ആ 8 പഠിക്കുന്ന നിഹാരികയുമായിട്ട് എന്താണ് ബന്ധം? നിനക്ക് അവളോട് ഇഷ്ടം വല്ലതും? എടാ, ആ പെണ്ണിനാണ് എന്നോട് എന്തോ ഒരു താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു ചാട്ടമാണ് ഈ കാണുന്ന എല്ലാം. പിന്നെ ഞാനതിന് എതിർപ്പൊന്നും നിൽക്കാനൊന്നും പോയില്ല, കൂടെ അങ്ങ് നിന്ന്. അതിനൊക്കെ ആര് സ്നേഹിക്കാന്? വേറൊരു പൊട്ടിപ്പെണ്ണ്, ഹൈറ്റും ഇല്ല, കാണാനും കൊള്ളത്തില്ല, പുസ്തകത്തിൽ എപ്പോഴും പെറ്റി കിടക്കുക. അല്ല എന്നെ കൊണ്ട് എന്തോ കഴിവുണ്ട്. ഞാൻ ഓർക്കുകയും ചെയ്തു, നീ എങ്ങനെ അവളെപ്പോലുള്ളവളന്മാരൊന്നും ഇഷ്ടപ്പെടുന്നവനല്ലല്ലോ. നിന്നെ അറിയത്തില്ല എനിക്ക്. ഇങ്ങനെയുള്ളവനെയാണോ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചത്? അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് വഴക്കിട്ടു. അതിൻ്റെ എനിക്കിപ്പോൾ കിട്ടിയത്. ഇനി അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് വേണ്ട. എൻ്റെ നിഹു, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? ആരവിനെ കാണാമെന്ന് പറഞ്ഞ് പോയിട്ട് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ നിന്നെ കണ്ടിട്ടില്ലെന്ന്. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എടാ എനിക്ക് വിശന്നിട്ടാണ് അവിടെ വന്നിരുന്നത്. ഉറപ്പാണോ മോളെ? വിശപ്പ് തന്നെയാണോ? എന്നാ കഴിച്ചിട്ട് വാ. ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, എന്തോ അസൈൻമെൻറ്റിൻ്റെ കാര്യം പറയാം. നീ വേഗം വാ, ഞങ്ങളങ്ങോട്ട് പോവാം. ആരോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിഹാരിക? അല്ല ഒന്നുമില്ല, സോറി. ഞാൻ എന്തോന്ന് പറയുന്നത്? ഞാൻ എന്തൊരു മണ്ടിയായി ഇങ്ങനെ. ഞാൻ എപ്പോഴും എന്താ എന്തെറ്റി? നിനക്കെന്തൊരു വിഷമം പോലെ? ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ എന്താടി ഞങ്ങളോടൊന്നും പറയാനേ? എനിക്കവനൊന്ന് കാണാം. നീ അവനോട് സംസാരിക്കാൻ പോയല്ലേ? വാ, ഞാനിവിടെ വരാം. അവളിപ്പോൾ എന്തിനാ വന്നെന്നറിയോ? അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും. പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിവിടെ ഒരു വലിയൊരു സീനുണ്ടായേനെ. നിങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാ നിന്റെ പുസ്തകക്കുഴി വരുന്നു.
സോറി, നിന്റെ അല്ല, വേറെ ആരാണ്ടയോ പുസ്തകപ്പുഴ വരുന്നു. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ നിന്റെ കാൽ കീഴി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നീ വലിയ പഠിപ്പൊക്കെ ആയിരിക്കും, പക്ഷെ നിന്റെ സ്വഭാവം വെറും ലോ ലെവലാടാ, ലോ ലെവല്. നിന്നെപ്പോലുള്ളവനെ സ്നേഹിച്ചതിന് എന്നെ വേണം തല്ലാൻ. ഈ അടി ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. ബാക്കി അമ്മു പറയും. എടാ കഴിവട്ട മുണ്ടം, എടാ പരമാറി, നീ ആരാണ്? നീ എന്തിനാണ് ഇവിടെ ടി സി മേടിച്ച് വന്നതെന്ന് വരെ എനിക്കറിയാം. ഈ കാര്യം എല്ലാം ഈ സ്കൂളിലെ പിള്ളേരോടെല്ലാം എനിക്ക് പറഞ്ഞു നടക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, പിന്നെ ജീവിച്ച് പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ. ഇവക്കൊരിഷ്ടം ഉണ്ടായിരുന്നു, അത് സത്യം തന്നെ. പക്ഷേ ഇപ്പൊ അവൾക്ക് നിന്നോട് ഒരു പിണ്ണാക്കില്ല. നിനക്ക് ഏതെങ്കിലും കോന്തയെ കിട്ടി അവളുടെ സാരിത്തുമ്പും പിടിച്ചോണ്ട് നീ നടക്കണം. നീ നോക്കിക്കോ, നീ എഴുതി വെച്ചോ. നീ വടി. കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അത് തിരിച്ച് നിനക്ക് കിട്ടുക തന്നെ ചെയ്യടാ. എവിടായിരുന്നു രണ്ടാളും ഇത്രയും നേരം? കുറെ നേരം ആയല്ലോ പോയിട്ട്. എടാ അത് പിന്നെ എന്തടി, എന്താ ഇവളുടെ മുഖത്തൊരു വിഷമം പോലെ? ഞാൻ ഇവളോട് അപ്ലൈ പറഞ്ഞ ആ ആരവൻ നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ലെന്ന്. അവൻ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിൽ എന്തോ പ്രശ്നമായിട്ട് ടി സി മേടിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അവക്ക് എന്നാ, അവൻ പഠിക്കുന്നതല്ലേ, പഠിക്കുന്ന പിള്ളേരൊന്നും അങ്ങനെ ചെയ്യില്ല. ആര് പറഞ്ഞു പഠിക്കുന്ന പിള്ളേരൊന്നും അങ്ങനെ ചെയ്യില്ലെന്ന്? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ലോണം പഠിക്കുന്നെന്ന് വെച്ച് അവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആകണമെന്നൊന്നുമില്ല. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. അവനെക്കുറിച്ച് എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പോട്ടെ, സാരമില്ല. നീ ഇനി അത് ആലോചിച്ച് വിഷമിച്ചിരിക്കണ്ട. മതി, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഇവളാണേലേ ആ 9ാം ക്ലാസ് പഠിക്കുന്ന ആരവേട്ടനെ അടിച്ചെന്ന്. എടി മിണ്ടാരിയടി, അവളുടെ കൂടെ നടക്കുന്നവള് വേണ്ടി നമ്മളെ നോക്കി പഠിപ്പിക്കുന്നു. അവൾ വന്ന് അടിക്കും നമ്മളെ. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നിഹാരികേനെയും അമൃതേനെയും സ്റ്റാഫ് റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. എന്തടി, എന്താ പ്രശ്നം? എന്താ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. അമ്മോ. എടാ സീനില്ലടാ, ഞങ്ങൾ പോയി എന്താന്ന് തിരക്കിയിട്ട് വരാം. നിഹാരിക, കുട്ടി എന്തിനാണ് ഈ ആരവിനെ തല്ലിയത്? സാർ, അത് പിന്നെ ഈ ആരവനെ കുറിച്ച് മോശമായി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സാർ, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. സാർ, ഇവൻ കള്ളം പറയാണ്. അവൻ പറഞ്ഞത് അമ്മും കേട്ടതാണ്. ആ സാർ, ഞാൻ ഇവൻ പറഞ്ഞെല്ലാം കേട്ടായിരുന്നു. തന്നെ ഈ സ്കൂളിൽ ചേർത്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു തൻ്റെ പഴയ പരിപാടിയൊന്നും ഇവിടെ എടുക്കരുതെന്ന്. സാർ, അത് പിന്നെ ശാരിക ടീച്ചറിന്റെ മോനായതുകൊണ്ടാണ് നിന്നെ ഇവിടെ ചേർത്തത്. അത് നീ മുതലാക്കാൻ ശ്രമിക്കരുത്. ഈ കുട്ടികൾ പറഞ്ഞ കാര്യം എനിക്ക് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോൻ 2 ദിവസം വീട്ടിലിരി. സാർ, നിങ്ങൾ രണ്ടുപേരും ക്ലാസ്സിൽ പൊക്കോ. എടി, സാറെന്തിനായിരുന്നു വിളിപ്പിച്ചേ? എന്തായിരുന്നു കാര്യം? അത് അവന്റെ കാര്യം പറയാൻ വിളിച്ചതാ. എന്നിട്ടെന്താ, അവന് 2 ദിവസം സസ്പെൻഷൻ കിട്ടി. അതെന്തായാലും നന്നായി. ഇനി നിനക്കിരുന്ന് സമാധാനത്തോടെ പഠിക്കാമല്ലോ. ഇല്ല, ഇനി അവനെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ഇവനെ പോലുള്ളവനെ പറ്റി ചിന്തിച്ച് കളയാനുള്ളതല്ല എൻ്റെ ജീവിതം. എനിക്ക് ജയിക്കണം. എൻ്റെ ജീവിതത്തെ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം. എടാ വിഹാനെ, നീ അറിഞ്ഞോ മറ്റേ ആരവല്ലേ 9th പഠിച്ചോണ്ടിരുന്ന? അവൻ ടി സി മേടിച്ചു പോയോ? എന്താ റീസൺ? അതൊന്നും അറിയില്ല. മിക്കവാറും മറ്റേ സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് ഇവിടെ വന്ന പോലെ അങ്ങനത്തെ വല്ല റീസണും ആയിരിക്കും. എന്തായാലും നന്നായി, ഒരു സമാധാനമുണ്ട്. ഇവക്കിനി ഈ മൂകത ഇടിച്ച് നടക്കണ്ടല്ലോ. വിഹാൻ പറഞ്ഞാൽ ശരിയാ. അങ്ങനെ ഒരു ചാപ്റ്റർ എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചോളാം. എടി, നിനക്ക് നാളെ എന്തോ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നോ? എന്തിൻ്റെ ആയിരുന്നു? എടാ, അത് പിന്നെ മറ്റേ വായനാ ദിനത്തിൻ്റെ. അത് തന്നെ. ഓരോ വർഷം ഓരോ കോമ്പറ്റീഷൻ. എങ്ങനെ സാധിക്കുന്നു എൻ്റെ മോളെ? എടി, നീ പഠിക്കാത്തത് നിന്റെ കുഴപ്പമില്ലേ, അവളുടെ കുഴപ്പമില്ലല്ലോ. നീ വലിയ പുണ്യാളൻ. എൻ്റെ പൊന്നോ, ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നോ, ഒന്ന് നിർത്താവോ?
എന്തായാലും നിനക്കനല്ലേ ഫസ്റ്റ്, പോയി ജയിച്ചിട്ട് വാ. ആ ജയിക്കിലൊക്കെ അവിടെ നിൽക്കട്ടെ, വാ നമുക്ക് ക്ലാസ്സിൽ കയറാം. ഞാനില്ല, ഞാനിപ്പോൾ വരാവേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും കട്ടല്ലേ? അത് പിന്നെ അവൻ വിളിച്ചോണ്ട. എന്നാൽ പിന്നെ നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? ഇന്ന് ക്ലാസ് കട്ട് ചെയ്യാം. അയ്യടാ മനമേ, എനിക്ക് ക്ലാസ്സിൽ പോകണം. എനിക്ക് നിങ്ങളെ പോലെ കട്ട് ചെയ്ത് നടക്കാൻ സമയമൊന്നുമില്ല. എടി +2-ലെങ്കിലും നീ ഒന്ന് ക്ലാസ് കട്ട് ചെയ്യാം. എടി പറ്റത്തില്ല, നാളെ മാത്സിൻ്റെ പരീക്ഷയുണ്ട്, അതറിയാമോ? മാത്സിന്റെ പരീക്ഷയോ? എപ്പോ? ഇതൊക്കെ എപ്പോ പറഞ്ഞു? അല്ല, ഏതാ ചാപ്റ്റർ? എടി അത് പറ്റിയ നിൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. ആ വണ്ടർഫുൾ, പെട്ടു. എനിക്കതൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ടാ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ കയറാമെന്ന്. വെറുതെ അങ്ങേൻ്റെ ദേഷ്യം വാങ്ങിച്ച് വെക്കണോ? എന്നാ വാ പോകാം. ആ അങ്ങനെ വഴിക്ക് വാ. എൻ്റെ കൃഷ്ണ, എന്നത്തെ പോലെ എനിക്ക് എന്നെ ഫസ്റ്റ് തന്നെ തന്നേക്കണേ. ഇതാര്? നിഹാരികയോ? നിക്കടി മോളെ, നീ എങ്ങോട്ട് പോവാ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോന്നി. ആരോ എൻ്റെ കയ്യിൽ നിന്ന് വിട്. നിനക്ക് എന്തിൻ്റെ പ്രശ്നമാ? ഛേ, കിടന്ന് ചാടാതടി. ജീവിതത്തിലും ഇവിടെയും നീ തോക്ക് തന്നെ ചെയ്യും. ചേട്ടനെ അത് പറയാൻ വിളിച്ചതാ. പോട്ടെ. മത്സരിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികളെല്ലാം സീറ്റിൽ കയറിയിരിക്കേണ്ടതാണ്. പറഞ്ഞത് കേട്ടില്ലേ, കേറിയിരിക്കാൻ. നിങ്ങളോട് 10 ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പേപ്പറിൽ എഴുതുക. അതിൽ നിന്ന് 6 കുട്ടികളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ അവർ തമ്മിലായിരിക്കും മത്സരം നടത്തുന്നത്. അപ്പോൾ എല്ലാം റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സ് ചെക്ക് ചെയ്തിട്ട് 6 കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ പേര് പറയാം. ആരവ് കൃഷ്ണ, നന്ദിത നായർ, ലക്ഷ്മി സുരേഷ്, നിഹാരിക മേനോൻ, തെരേസ റോസ്, ലിയ ജോൺ. ഈ 6 പേർക്കും സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. നിങ്ങളോട് ഓരോരുത്തരോടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം, അപ്പോൾ ഈ വാശിയേറിയ പോരാട്ടത്തിൽ 2 പേരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ആരവ് കൃഷ്ണ ആൻഡ് നിഹാരിക മേനോൻ. ഇനി ഇവർ തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ. ഫൈനലി നമ്മുടെ വിന്നർ ആരവാണ്. കൺഗ്രാറ്റ്സ് ആരവ്. താങ്ക് യു സോ മച്ച്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ, ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലെന്ന്. ആരവ്, നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ദേഷ്യമല്ല, അറപ്പാണ്. നിന്നെ പോലുള്ള പെൺപിള്ളേരൊക്കെ എൻ്റെ കാലിൻ്റെ അടിയിൽ ജീവിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റുന്ന പണിയല്ല. ശേ നിർത്തടാ, കുറേ നേരമായി നീ തുടങ്ങിയിട്ട്. നിനക്ക് എന്തറിയാവടാ? ചുമ്മാ ഇങ്ങനെ പറയാനല്ലാതെ. ഞാൻ നിനക്ക് കാണിച്ചു തരും എന്നെ പോലുള്ള പെൺപിള്ളേർക്ക് എവിടെ എത്താൻ പറ്റുമെന്ന്. ഇത്രയും കഴിവുള്ള നീ ഇങ്ങനെ പിന്നെയും +2 തന്നെ ഇരിക്കേണ്ട വന്നത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ? അത് നീ കാരണമാണ്. അന്ന് നീ എന്നെ അടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സ്കൂളിൽ നിന്ന് പോകേണ്ട വരത്തില്ലായിരുന്നു. പിന്നീട് എനിക്കൊരു സ്കൂളിൽ അഡ്മിഷൻ പോലും കിട്ടിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ വെറുപ്പാണ് എനിക്ക്. കഷ്ടം. എന്നാലും നീ കാരണമാണ് നിനക്ക് ഈ അവസ്ഥ വന്നേ നീ ഒരിക്കലും അംഗീകരിക്കരുത്. ഞാൻ പോവാ. നിന്നെപ്പോലുള്ളവരോട് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. എന്താ നിനക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞേ? നീ കരയായിരുന്നോ? എന്താ പറ്റി? പ്രശ്നം എന്താ? എന്താ ഇവിടെ അമ്മയും മോളൂടെ? ഇവിടെ പ്രശ്നമായിട്ടൊന്നുമില്ല. ഇവള് ഫുഡ് കഴിച്ചില്ലല്ലോ, കാര്യം എന്താന്ന് തിരക്കാൻ വന്നതാ. അപ്പൊ ഇവിടെ കിടന്ന് മൂങ്ങുന്നു. ഇല്ലമ്മ, ഒന്നുമില്ല. മോനെ, എന്താ പ്രശ്നം? കാര്യം അച്ഛനോട് പറ. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേൾക്കാനല്ലേ അച്ഛനും അമ്മയായിട്ട് ഞങ്ങളിവിടെ ഉള്ളേ. അത് പറയാതെ നീ ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കാൻ പോവാ? അച്ഛ, അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനാണോ നീ കിടന്ന് മൂങ്ങിയേ? എന്റെ മോനെ, ഇതൊക്കെ ഈ പ്രായത്തില് സർവ്വസാധാരണ. പിന്നെന്റെ കൊച്ചിനെ പറഞ്ഞേന് അതവൻ അനുഭവിക്കും. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് തിരുത്തി കൊടുക്കണം.
നീ പഠിച്ച് ഒരു നല്ല നിലയിലെത്തുമ്പോൾ അവൻ നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും. നിന്റെ ഈ പ്രായം എന്ന് പറയുന്നത് അത് പഠിക്കാനുള്ളതാ. അതുകൊണ്ട് നീ നല്ലോണം പഠിക്കാൻ നോക്കാം. നിനക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ പേഴ്സൺ എവിടെയോ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കൊച്ചു വേറൊന്നും ഇപ്പം ചിന്തിക്കണ്ട കേട്ടോ. ശരി അമ്മ, ഞാനത് നേരത്തെ എടുത്ത തീരുമാനമാണ് പഠിക്കണമെന്നുള്ളത്. പിന്നെ ഇന്നിങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ സങ്കടമായിപ്പോയി. You made me feel unclouded before I hit the road, and you deserve all the love. You're my shelter, baby. അമ്മു, വിഹാനി വാ, സൈറ്റ് ഓപ്പണായി. അമ്മു, നിന്റെ നമ്പർ ആദ്യം പറ. 26015. എടീ, ഫുൾ A+. കളിച്ച് നടന്ന് ഫുൾ A+ വാങ്ങിച്ച് നീ. വിഹാനി, അടുത്ത നിന്റെ നമ്പർ പറ. 26021. എടാ, നിനക്ക് ഫുൾ A+. എടാ, എൻ്റെ നീ നോക്കാവോ? എനിക്ക് പേടിയാ. എൻ്റെ നമ്പർ 2606. നിഹേ, നിനക്ക് ഫുൾ A+. ഫുൾ A+ഓ? അയ്യോ, എനിക്ക് സന്തോഷം കണ്ടു വയ്യായി. വീട്ടിൽ വിളിച്ച് പറയട്ടെ. பேசுதடி இருமனமொரு மனமாகுமடி இந்த திருமணம் வந்ததடி. ഇനി എന്താ പ്ലാൻ? ഏത് കോഴ്സ് എടുക്കാനാ? എടാ, എനിക്ക് MBAക്ക് പോകണമെന്ന് ആഗ്രഹം. എനിക്കൊരു ബിസിനസ് തുടങ്ങണം. അങ്ങനെ ചെയ്യാനാണ് താല്പര്യം. എനിക്ക് ആരെയും അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്നുള്ള ആഗ്രഹം. അതെന്തായാലും നല്ല തീരുമാനമാണ്. ഞാനും MBA എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാനും MBA എടുക്കത്തുള്ളൂ. എന്തോ അറിഞ്ഞിട്ടാ? നിനക്ക് MBAയുടെ ഫുൾ ഫോം എങ്കിലും അറിയാവോ? അത് പിന്നെ നിനക്കറിയാവോ MBAയുടെ ഫുൾ ഫോം? എന്നാ നീ എന്ന് പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും MBAക്കാൻ പോന്നെ. പ്രശ്നം സോൾവ്. നിങ്ങൾ ഇത്ര വട്ടം തീരുമാനിച്ച MBA ആന്ന്? നിന്നെ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തോണ്ടല്ലേ എൻ്റെ നിഹു. എന്തൊരു സ്നേഹം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും ഒരു സ്ഥാപനം തുടങ്ങാം. പേര് നമുക്ക് NVA എന്നിടാം. അതെന്താ ഈ NVA? അത് പിന്നെ നിഹാരികയുടെ N, വിഹാൻ്റെ VA, അമൃതയുടെ A. എൻ്റെ മോനെ ബുദ്ധി കിടിലൻ തന്നെ. താങ്ക് യു. എന്തായാലും ഞാൻ വീട്ടിൽ പോട്ട്. വീട്ടിൽ വെച്ചെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓക്കെടി, എന്നാ ബൈ. ശരി, എന്നാ ബൈ. നല്ല മഞ്ഞക്കാലമല്ലോ, രാവിനിത്ര ചൂടിതെന്താ? നിന്റെ ദേവനോട് സ്നേഹമെന്ന് ചൊല്ലാൻ ആ മുഖത്ത് ദുഃഖമെന്താ? ഓ, മെല്ലെ മെല്ലെ വന്ന് കൊഞ്ചിടുന്ന തെന്നൽ പാടിടുന്ന ഗാനമെന്താ? പെണ്ണിനിന്നു നെഞ്ചിനുള്ളിൽ വന്നു മാറൻ ചൊല്ലിടുന്ന കാര്യമെന്താ? Baby, he loves you, loves you, loves you so much. Baby, he loves you, loves you, loves you so much. എന്താ ഇനി അടുത്ത പ്ലാൻ? എടാ, നമ്മളന്ന് +2 റിസൾട്ട് വന്ന ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് 3 പേർക്ക് കൂടി ഒരു കമ്പനി തുടങ്ങാമെന്ന്? നമുക്ക് അതിന് VA എന്ന് പേരിട്ട് നമുക്ക് തുടങ്ങാം. അതൊക്കെ ഓക്കെ. എന്ത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങും? നമുക്ക് ബ്യൂട്ടി റിലേറ്റഡ്, ബ്യൂട്ടി ആൻഡ് ഫാഷൻ. അതാകുമ്പോൾ നമ്മുടെ പാഷനിൽ പറ്റിയ കാര്യങ്ങളുമാണല്ലോ. അതുമല്ല, ഇപ്പം നമുക്ക് പേരൊന്നും വെളിപ്പെടുത്തണ്ട. ജസ്റ്റ് കമ്പനി ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് പേരൊക്കെ കൊടുത്ത് അങ്ങനെ തുടങ്ങാം. എന്താ? എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്കെന്ത് കുഴപ്പം? എന്നാ ഞാനും കൂടാ.
ഓക്കെ സെറ്റ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ VAN ഗ്രൂപ്പ്സിൻ്റെ ഓണേഴ്സ്. ചെണ്ടുമല്ലികപ്പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ ചുണ്ടിനുള്ളിലുള്ള തേൻ കണം തരുമോ കൺമണി. ടാനീസ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബിസിനസ് ലോകത്ത് വീണ്ടും ചരിത്രം കുറിച്ച VAN ഗ്രൂപ്പ്. സൗന്ദര്യ ഫാഷൻ മേഖലയിലെ വമ്പൻ ശക്തിയായ VAN ഗ്രൂപ്പ് വീണ്ടും ചരിത്രം കുറിച്ചു. തുടർച്ചയായ 3-ാം വർഷവും രാജ്യത്തെ നമ്പർ 1 ബ്യൂട്ടി ആൻഡ് ഫാഷൻ ബിസിനസ് ഗ്രൂപ്പായി VAN ഗ്രൂപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നിലവാരം, നവീന ആശയങ്ങൾ, ഉപഭോക്താക്കളുടെ അചഞ്ചലമായ വിശ്വാസം എന്നിവയാണ് ഈ മഹത്തായ നേട്ടത്തിന് പിന്നിൽ. ഫാഷൻ ലോകം കീഴടക്കി വിജയക്കൊടി വീണ്ടും പാറിച്ച VAN ഗ്രൂപ്പ് മുന്നേറുന്നു. 3 വർഷം 3 കിരീടങ്ങൾ, ഒരേ ഒരു രാജാവ് VAN ഗ്രൂപ്പ്. ആരാടാ? ചേട്ടനോ? എന്താ ചേട്ടാ? എന്താടാ ഈ റൂം കാണിച്ചു വെച്ചേക്കുന്നേ? നിനക്കിത് റൂം തന്നപ്പോഴേ ഞാൻ പറഞ്ഞു വൃത്തിക്ക് സൂക്ഷിക്കണമെന്ന്. അതൊക്കെ പോട്ടെ, 2 മാസമായി റെന്റ് വന്നിട്ട്. റെന്റ് അപ്പം തരും. ചേട്ടാ, ഞാനൊരു ജോലി നോക്കുന്നുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ തരാം, ഉറപ്പാ. എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ റൂം മര്യാദയ്ക്ക് വൃത്തിയാക്കിയിട്ടിട്ട് റെന്റ് വരാൻ നോക്കുന്നേ. ചേട്ടാ, എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ജോലി കിട്ടും. കിട്ടിയാലും കിട്ടിയില്ലേലും റെന്റ് തന്നില്ലെങ്കിൽ മോനെ ഇവിടുന്ന് ഞാൻ ഇറക്കി വിടും നിന്നെ. തരാം ചേട്ടാ, തരാം. ചേട്ടനിപ്പോ പോ, ഞാൻ തരാം. ഞാനിപ്പോ പോവാ. ഞാൻ പറഞ്ഞതുപോലെ കേട്ടില്ലേല എന്റെ സ്വഭാവം മാറുന്നത്. എന്റെ ഈശ്വര, എന്തൊരവസ്ഥയാ എന്റെ. ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനൊക്കെ വരാൻ? ഈ ജോലിയെങ്കിലും കിട്ടണേ ദൈവമേ എനിക്ക്. എക്സ്ക്യൂസ് മീ, എന്ത് വേണം? ഈ കമ്പനിയിൽ നിന്ന് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ നടക്കുന്ന എവിടാന്നൊന്ന് പറഞ്ഞു തരാവോ? താങ്കളുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് ആരവ് കൃഷ്ണ. 1 മിനിറ്റ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഹലോ. ഓക്കെ മാം. ഓക്കെ. അത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ട, നേരിട്ട് സിഇഒയെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക. എന്നെയോ? സിഇഒയുടെ ക്യാബിൻ എവിടെയാണ്? 2nd ഫ്ലോറിലെ 2nd ക്യാബിനാണേ. ഓക്കെ, താങ്ക് യു. മേ ഐ കം ഇൻ? യെസ്, കമിൻ. കയറി വരൂ, ഇവിടെ വന്നിരിക്കുക. മാം, ഞാനാണ് ആരവ് കൃഷ്ണ. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ഹലോ മിസ്റ്റർ ആരവ് കൃഷ്ണ, ഗീവ് മി യുവർ സർട്ടിഫിക്കറ്റ്സ്. മാം, സർട്ടിഫിക്കറ്റ്സ്? എന്താ ആരവ് ഇത്? +2 റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ റീസൺ? അത് പിന്നെ മാം, അന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ ട്രാൻസ്ഫർ ആവേണ്ടി വന്നു. പിന്നീട് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. ഓ, സോ സാഡ്. ആഹാ, ഇത് കൊള്ളാലോ. ഒരു എഞ്ചിനീയറിംഗ് പാസ്സാവാൻ 6 വർഷമോ? ഇതെന്തൊരു എഞ്ചിനീയറിംഗാ? സപ്ലി ഉണ്ടായിരുന്നോ? അത് പിന്നെ ഉണ്ടായിരുന്നു മാം. ഓ, അപ്പം ജനറൽ നോളജ് കാര്യമില്ലല്ലേ, പഠിക്കണം. എന്തായാലും നിനക്ക് ഇവിടെ ജോലിയൊക്കെ തരാം, പക്ഷെ 2 മാസം നീ ഒബ്സർവേഷനിലായിരിക്കും. ആ 2 months നിനക്ക് സാലറി ഒക്കെ കിട്ടും, ബട്ട് നിൻ്റെ വർക്ക് അനുസരിച്ചായിരിക്കും നിന്നെ ഇവിടെ വെക്കണോ വെക്കണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ മാം, ഞാൻ ചെയ്തോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാമോ? മാം എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? എന്നെപ്പോലുള്ള പെൺപിള്ളേർ നിൻ്റെ കാൽ കീഴിലല്ലേ ജീവിക്കേണ്ടത്? എന്തേ ഇപ്പം ജീവിക്കുന്നില്ലേ? ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഒരാളുടെ ഹൈറ്റോ വെയിറ്റോ നിറം കൊണ്ട് ആരെയും വിലയിരുത്താൻ കഴിയത്തില്ലെന്ന്? ഇനിയും പൊക്കോ, എല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ മതിയായില്ലേ? ഇവളീ കമ്പനിയുടെ സിഇഒ ആയിരുന്നു. എനിക്ക് ഈ ജോലി കളയാനും പറ്റത്തില്ല. എനിക്കിത് അത്യാവശ്യമായി പോയി. ആരോ, ഇതാണ് നിന്റെ സീറ്റ്. ഇവിടെ ഇരുന്നോളൂ. ഇവിടെ നിന്ന് ഇനി വർക്ക് ചെയ്യാം. ആരോ, ഇത് മാം തന്നിട്ടാണ്. ഇത് ചെയ്യണം. ഇത് ഫുൾ നിനക്ക് ചെയ്യാനുള്ള ഫയൽസ് ആണ്. ഇത്രയും ഫയൽസോ? മാം പറഞ്ഞു ഇത് തന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന്. അല്ലാതെ ഇങ്ങനെ വേണ്ടാത്ത ഫയലൊന്നും ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല മാം. ഇതെന്റെ ആവശ്യമായി പോയി. ഫയൽസ് ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ. വിഹാൻ സർ, എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. എന്താണോ പ്രശ്നം? വർക്കായിട്ട് ബന്ധപ്പെട്ടാണോ? നോ സർ, ഐ ലവ് യു. ലവോ? തനിക്ക് എന്നോടോ? താൻ ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്ന നല്ലൊരു എംപ്ലോയറാണ്. അത് മാറ്റണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ?
നോ സർ, ആക്ച്വലി ഞാനിത് നല്ലോണം ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. സാറിൻ്റെ ഫീലിങ്സ് എനിക്ക് കൺസിഡർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ഓ മനസ്സിലായി. ഇനി ഞാൻ പറയുന്ന കൂടെ കേട്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാം. അതല്ലേ നല്ലത്. യാ ഷുവർ സർ. എടോ, തന്നെ എനിക്ക് പ്രേമിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. ചെറുപ്പം തൊട്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിട്ട്. പിന്നെ വൺ സൈഡാ. താൻ ഈ ചോദിച്ച അഭിപ്രായമില്ലേ, അത് ഞാൻ അയാളോട് ഇതുവരെയായിട്ടും ചോദിച്ചിട്ടില്ല. അയാൾക്ക് എനിക്കിങ്ങനൊരു ഫീലിങ്സ് ഉണ്ടോയെന്ന് പോലും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് തന്നെ അങ്ങനെ കാണാൻ പറ്റില്ലടോ. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓ ഓഫ് കോഴ്സ് സാർ, എനിക്ക് മനസ്സിലാകും. ഞാനിങ്ങനെ എനിക്കൊന്ന് തോന്നിയപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. സാറത് തെറ്റിദ്ധരിക്കണ്ട. തെറ്റിദ്ധാരണയോ? എന്തിന്? എനിക്കങ്ങനെയൊന്നുമില്ല. താൻ പോയി വർക്ക് ചെയ്യാൻ നോക്ക്. ഇതാരിത്? ഇവിടെ നാട്ടുണ്ടായിരുന്നോ? ഇന്ന് കണ്ടേ ഇല്ലല്ലോ. ഏതോ പെങ്കൊച്ചിന് ഇഷ്ടാന്നൊക്കെ കേട്ടല്ലോ. ആരാ കൊച്ച്? ആഹാ, അത് നീ കേട്ടോ? ആ, അതൊരു കൊച്ച്, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കൊച്ച്. നമുക്കറിയാവുന്നതോ? അതാരാ? എടാ, അമ്മു വല്ലതും? ഒന്ന് പോടി, അവളെൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയുടെ കൂട്ടാണ്. ഇങ്ങനൊന്നും അവപാദങ്ങൾ പറഞ്ഞ് പരുത്താൻ പാടില്ല കുട്ടിയെ. ഉവ്വ. പിന്നാരാ? എനിക്ക് ഗേൾസിൽ ഫ്രണ്ട്സായിട്ട് ആകെ നീയും അമ്മുവും മാത്രമേ ഉള്ളൂ. അതിൽ അമ്മുവിനെ ഞാൻ എൻ്റെ അനിയത്തിയാക്കി കഴിഞ്ഞു. പിന്നെ വേറെ ആരാന്ന് മനസ്സിലായില്ലേ? എന്തോ? വന്നു ഞാൻ. അയ്യോ, വന്നു മാവേലി. മോനെ, ഈ VANലെ A ആരാ? നീ തന്നെയല്ലേ? വല്ലപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാട്ടോ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി? എൻ്റെ അബി നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ. അതിന് അബിയെ ഞങ്ങൾക്കറിയാലോ. അത് നിങ്ങളുടെ ക്ലാസ്മേറ്റ് അബി. ഈ വരാൻ പോകുന്നത് എൻ്റെ ഫിയാൻസി അബിയ. എൻ്റെ മോനെ, ഫിയാൻസിയാ? കൺഗ്രാറ്റ്സ് മുത്തേ, കൺഗ്രാറ്റ്സ്. എന്നാലും ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ച പോലില്ല. ഞാനും. എന്നിട്ട് അബി എന്തി? വെളിയിൽ നിൽപ്പുണ്ട്, ഞാൻ വിളിക്കാം. അബിയേട്ടാ. ഹായ്, ഞാനാണ് ഇവളുടെ അബി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലേലും പരിചയപ്പെട്ടിട്ടില്ലേലും ഇവള് വഴി നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. അല്ല, നിങ്ങൾ പേരൻസിനെയൊക്കെ എങ്ങനെ സമ്മതിപ്പിച്ചെടുത്തു? വീട്ടിൽ സമ്മതിപ്പിക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നൊന്നും ഞാൻ പോലും വിചാരിച്ചില്ല. ഇവളുടെ ഓരോ കുരുട്ടുബുദ്ധി കാരണം ഇതൊക്കെ നടന്നത് തന്നെ. സത്യമായിട്ട് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കല്യാണമൊക്കെ സെറ്റാവുമെന്ന്. 2-3 ദിവസം ഓഫീസിൽ പോലും വരായിരുന്നപ്പോൾ ഞാൻ ഓർത്തു പനിയോ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ഈ പെണ്ണിന് അല്ലെങ്കിൽ വരാതിരിക്കുന്ന വലിയ പുത്തിരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഞങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചില്ല. എന്തായാലും അബിക്കും കൺഗ്രാറ്റ്സ്, ഇങ്ങനൊരു സാധനത്തെ കിട്ടിയതിന്. ഇനി ഞങ്ങൾ മാത്രമല്ല, നീയോട് ഇനിയും കുറച്ചുകൂടെ സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ശരിയാ, ഇവളെ സഹിക്കാൻ ഇനി എന്റെ ജീവിതം ബാക്കി. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഞങ്ങളെ സർപ്രൈസ് ചെയ്യാൻ നോക്കിയതല്ലേ, ഞങ്ങളും അപ്പോൾ ഒരു സർപ്രൈസ് തരാം. വി ആർ ഗോയിങ് ടു മാരി. എന്താന്ന്? എടാ ദുഷ്ടന്മാര്, നിനക്കൊക്കെ എന്നോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. ഞാൻ എന്നാലും നിന്റെ ഫ്രണ്ട് അല്ലായിരുന്നോടി, എന്നോടൊരു വാക്ക്. എന്നാ പോട്ടെ, ഇത്രയൊക്കെ ആയില്ലേ. കൺഗ്രാറ്റ്സ്. മാം, മേ ഐ കം ഇൻ? യെസ്, കമിൻ. ഞാൻ തന്ന ഫയൽസ് എല്ലാം ചെക്ക് ചെയ്തോ? എന്തിനു വന്നതാ? മാം, അതിന് വന്നതല്ല. സോറി മാം,
ഞാൻ അന്ന് എന്തിനങ്ങനെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് എൻ്റെ മൈൻഡ് എന്താ അങ്ങനെ ആയിരുന്നെന്ന് പോലും എനിക്കറിയില്ല. അന്ന് ഞാൻ പറഞ്ഞതിന് ഒന്നൊന്നായി ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക മാം. എൻ്റെ മൈൻഡ് എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എൻ്റെ കൂട്ടുകെട്ട് അല്ല, ഞാൻ തന്നെ അന്ന് എനിക്കറിയാം. സോറി. ഒരു സോറി കൊണ്ടൊന്നും നീ അന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു നന്ദിയുണ്ട്. നീ കാരണം എനിക്ക് ഇത്രയും നേടാൻ കഴിഞ്ഞത്. അതിന് താങ്ക് യു. കൂട്ടുകെട്ടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ അന്ന് പറഞ്ഞത് അതെനിക്ക് മറക്കാനോ ക്ഷമിക്കാനോ പറ്റത്തില്ല. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി. പക്ഷേ ഇനിയെങ്കിലും ഞാൻ സോറി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ അത് നോവായിട്ട് മാറും. സോറി പറയാൻ തോന്നിയത് നിൻ്റെ മാന്യതയായിട്ട് ഞാൻ കണക്കാക്കുക. എന്തായാലും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ സന്തോഷത്തിലാണ്. നീ അന്ന് എന്നെപ്പറ്റി പറഞ്ഞ സമയത്ത് നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, കർമ്മ എന്നതുണ്ടെന്ന്. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നീ നല്ലത് ചെയ്യാൻ നോക്ക്. ശരിക്കും ഞാനിപ്പോൾ മാമിനോട് കടപ്പെട്ടിരിക്കുക. അത്രയും കഷ്ടപ്പാടിലൂടെ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്കിങ്ങനൊരു ജോലി ഇല്ലായിരുന്നെങ്കിൽ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇനിയെങ്കിലും നീ നല്ലോണം ജീവിക്കാൻ നോക്ക്. നിനക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാൻ പോവാം. నిసరి నీద పరిద పమగరి మగ సనిస മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണിപ്പേലിയൊന്നു നീയരികേ കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയൂ. എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയൂ. നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും. ആരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും.